നമ്മുടെ ഡൽഹി യാത്രയുടെ തന്നെ വ്ളോഗാണ് കേട്ടോ. കാരണം ഈ സ്റ്റുഡിയോയിലുള്ള ഷൂട്ട് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് ഒരുപാടൊന്നും എനിക്ക് പറയാൻ ഇല്ല, എല്ലാം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റ് ആണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളൊരു വൈകുന്നേര സമയത്താണ് ഇന്ത്യ ഗേറ്റിൽ എത്തിച്ചേർന്നത്. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഒരു 42 അടി ഉയരത്തിൽ ഇങ്ങനെ വളരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോകമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി സൈനികരുടെ സ്മരണാർത്ഥം നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റ്. ഞങ്ങൾ വന്ന സമയത്ത് ലൈറ്റൊന്നും ഇടേണ്ട ഒരു സമയമായിരുന്നില്ല. നിറയെ ആളുകളാണ് കേട്ടോ. അതിന് ചുറ്റിനും നല്ല വിശാലമായ പൂന്തോട്ടങ്ങളും ഫൗണ്ടനും ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ചിങ്ങോട്ട് സന്ധ്യയായ സമയത്ത് പതിയെ ഇതിൻ്റെ ലൈറ്റുകളൊക്കെ തെളിയാൻ തുടങ്ങി കേട്ടോ. അതൊരു ഭയങ്കര മനോഹരമായ കാഴ്ചയായിരുന്നു. കൂടുതൽ ഇരുട്ടും തോറും ഈ ഇന്ത്യ ഗേറ്റ് നമ്മുടെ ഒരു ത്രിവർണ്ണ പതാകയുടെ ആ ഒരു നിറത്തിലുള്ള ലൈറ്റപ്പ് കാരണം ഭയങ്കര ഒരു വിഷ്വൽ ഭംഗിയായിരുന്നു അത് കാണാൻ കേട്ടോ. അതിനുള്ളിലൊക്കെ ഈ സൈനികരുടെയൊക്കെ അന്ന് മരണപ്പെട്ട സൈനികരുടെയൊക്കെ പേരുകൾ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണത്. ആ ഒരു നിർമ്മിതിയൊക്കെ വളരെ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് കാണേണ്ട അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പം എപ്പോഴും ഇവിടെ സഞ്ചാരികളുടെ ഒരു തിരക്കാണ് കേട്ടോ ഏത് സമയവും. അതിന് ചുറ്റിനും വിശാലമായ പൂന്തോട്ടങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്കൊരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലമാണ്. വളരെ അഭിമാനം തോന്നുന്നൊരു നമ്മളൊരു ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇവിടെയൊക്കെ വന്ന് കാണുമ്പം. ശരിക്കും ഒരുപാട് സന്തോഷം ഇതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ. ഇന്ത്യ ഗേറ്റിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. താങ്ക്